കോഴിക്കോട് താമരശ്ശേരിയിൽ മധ്യവയസ്കനെ പട്ടാപ്പകൽ വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് മർദ്ദിച്ചു. ആൾക്കൂട്ട വിചാരണയുടെയും ആക്രമണത്തിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവത്തിൽ മുൻ പോലീസ് ഉദ്യോഗസ്ഥനും CPIM നേതാവുമായ അബ്ദുറഹിമാൻ ഉൾപ്പെടെ 5 പേർ ഒളിവിലാണ്. പുതുപ്പാടി വയനാടൻകുന്ന് സ്വദേശി കുഞ്ഞിമൊയ്തീനാണ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. ആൾക്കൂട്ട വിചാരണയ്ക്ക് നേതൃത്വം നൽകിയത് റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനും CPIM പുതുപ്പാടി മലപ്പുറം ലോക്കൽ കമ്മിറ്റി അംഗവുമായ അബ്ദുറഹിമാനാണ്. അബ്ദുറഹിമാന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ അനസ് റഹ്മാൻ, ഉബൈദ്, പൊന്നൂട്ടൻ, ഷാമിൽ എന്നിവരാണ് മറ്റു പ്രതികൾ. അബ്ദുറഹിമാന്റെ ബന്ധുവിനോട് മോശമായി പെരുമാറിയെന്ന കേസിൽ റിമാൻഡ് കഴിഞ്ഞിറങ്ങിയ കുഞ്ഞുമൊയ്തീനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയായിരുന്നു. 10-70 ദിവസം ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ് ജാമ്യത്തിലിറങ്ങി എൻ്റെ നാട്ടിൽ വന്ന് എൻ്റെ പെങ്ങളെ വീട്ടിൽ പോയി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഒരു ജീപ്പുമായിട്ട് 5-6 ഗുണ്ടകൾ വന്നിട്ട് എന്നെ പിടിച്ച് ബലമായിട്ട് കൈ കെട്ടിക്കണ്ട് ജീപ്പ് കയറ്റി കാവുമ്പുറം അങ്ങാടിക്കുണ്ട്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കാവുമ്പുറം അങ്ങാടിക്കുണ്ട വെച്ച് ഒരു പോസ്റ്റിൻ്റെ മുകളിൽ എന്നെ കെട്ടിയിട്ട് കണ്ട അവർ കണ്ടമാൻ എന്നെ അടിച്ച് ആസ്പത്രിയിൽ കാണിച്ചപ്പോൾ ENT കാണിക്കാൻ വേണ്ടി പറഞ്ഞ തലയ്ക്ക് നല്ല മരുക്കുണ്ട്, തലൻ്റെ ഉള്ളിൽ ഞരമ്പിലൊക്കെ ഏറ്റവും മരുക്കുണ്ട്, അത് ENT കാണിക്കാൻ പറഞ്ഞു. അവിടുന്ന് കാണിച്ച് കണ്ട് പോകുന്നതാണ്. ഇനി ENT കാണിക്കണം. പിന്നെ എനിക്ക് അല്ലേ തന്നെ കണ്ണ് ശരിക്കും കാണില്ല, ഗ്ലാസ്സൊക്കെ അവർ അടിച്ചുടച്ച്. നടുറോട്ടിൽ പട്ടാപ്പകൽ നടത്തിയ ആൾക്കൂട്ട വിചാരണയുടെയും അക്രമത്തിന്റെയും ദൃശ്യങ്ങൾ പുറത്തുവന്നു. സംഭവശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 24 കോഴിക്കോട്.